ഹലോ ഗൈസ്, കഴിഞ്ഞ 1-2 വീഡിയോകളിൽ നമ്മുടെ വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതമാർഗമായിട്ട് ഏകദേശം 21 വർഷം പഴക്കമുള്ള വണ്ടിയായിട്ടാണ്. ഇവനെ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 7 വർഷത്തോളം ആവും. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഈ ക്യാബിനകത്ത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വലിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഇല്ലാതെ വാട്ടോടിച്ച് കിടക്കുമ്പോൾ തലേനായിട്ട് ഉപയോഗിക്കുന്നത് കിടന്നുറങ്ങാൻ വരെയുള്ള സൗകര്യങ്ങളാണ് ഈ ക്യാബിനകത്ത് ഞാൻ ചെയ്തത്. ഈ പലക പീസിന് വരെ എന്റെ വണ്ടിക്കകത്ത് ജോലിയുണ്ട്. വിയർപ്പിന്റെ ദിവസം എനിക്ക് ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ ഇതുപോലെ സ്പ്രേയും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറും ഒക്കെ ഞാൻ കരുതാറുണ്ട്. ഉള്ളംകാലം മുതൽ ഉച്ച വരെ വിയർക്കുന്ന പരിപാടിയാണ് എനിക്കുള്ളത്. ഇപ്പൊ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങ പുളിത്തുന്നുള്ള കത്തിയാണ്. പേനയ്ക്ക് പിന്നെ അധികം ജോലി ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ കോറി വരയ്ക്കാറ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്നെ കാണാനുള്ള ഒരു കണ്ണാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിപ്രാന്ത് പിന്നെ എനിക്ക് ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള വണ്ടികളൊക്കെ എന്റെ ഉണ്ട്. അതൊക്കെ സ്റ്റിക്കറുകളും ടോയ് കാറുകളാണെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ വീടും വീട്ടുകാരെയൊക്കെ ഓർക്കാൻ വേണ്ടി ഒരു വീടും ഉണ്ട്. ഓവർ വിയർക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും വണ്ടിയിൽ സ്റ്റോക്കാണ്. ബോറടിച്ചിരിക്കുമ്പോൾ അത്യാവശ്യം പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് കുഞ്ഞൊരു ബ്ലൂടൂത്ത് സ്പീക്കറും ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കുവാണെന്നുണ്ടെങ്കിൽ മരുന്നും കാര്യങ്ങളൊന്നും അതിനകത്തില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിന്റെ കുറച്ച് കണക്കൂട്ടലും കാര്യങ്ങളൊക്കെയാണ്. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. അത്യാവശ്യം വേണ്ട മൊബൈൽ ചാർജറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിലൊന്നും ഒരുപാട് നേരം ഒന്നും ചാർജ് നിൽക്കാറില്ല. കൂടുതലും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ എപ്പോഴും ഫോൺ ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് കരുതിയിരിക്കുന്നത് നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യമായിട്ടുള്ള ഓയിലും കാര്യങ്ങളും ഗ്രീസും ഒക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട നെറ്റ് ബോൾട്ടും കാര്യങ്ങളും കേബിളും എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. വഴിയിൽ എപ്പോഴാണ് എന്തോ സംഭവിക്കാനൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ അത്യാവശ്യം നുറുക്കുപണികൾക്കുള്ള ടൂൾസും കാര്യങ്ങളും എല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വണ്ടിയിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.